എന്തടി? നിർമ്മലെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ പുറകെ നിന്ന് നവീന്റെ കൽപ്പനയും വരും. ഇവിടെ നിറയിക്കോളാം. അതിപ്പോ മുൻവശത്തൂടെ വേണോ പിറകുവശത്തൂടെ വേണോ എന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചത്. ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. എന്താ നിന്റെ സങ്കടം? അത് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. അസുഖമൊക്കെ മാറി നവീനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് ഒരുത്തി വന്ന് കേറിയിട്ടുണ്ടല്ലോ. മുല്ലപ്പൂവും പുതുവസ്ത്രവും ഒക്കെ അണിഞ്ഞ് അവള് നവീനെ കാത്തു നിൽക്കുക. നിനക്കെന്ത്? ആ, നവീനും അവളും ഒരുമിച്ചൊരു മുറി കിടന്ന് ഉറങ്ങിയ പിന്നെ എനിക്ക് സ്വപ്നം കാണാൻ പോലും എന്തെങ്കിലും ഉണ്ടോ? എളിയ അവര് ഭാര്യാഭർത്തക്കന്മാരല്ലേ? അവര് ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത്? ഉദയേട്ടാ, പൊട്ടത്തരം പറയാതിരിക്കെ. അതെ, ഇത്രയും കാലം നമ്മൾ ഇവൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. എന്നിട്ട് ഒരു ദിവസം എല്ലാം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവാ? എന്ത് വേണമെന്ന് നീ പറയുന്നത്? അവരൊരുമിച്ചൊരു മുറിയിൽ ഉറങ്ങാൻ പാടില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം പറ. അതിപ്പോ മാർഗം എന്താന്ന് വെച്ചാല് പണ്ട് ഗാഥയ്ക്ക് കൊടുത്ത ഗുളികൾ കുറച്ചിരിപ്പുണ്ട്. അതെടുത്ത് നമുക്ക് അരച്ച് കലക്കിയാലോ? അരച്ചു കലക്കി സ്വന്തമായിട്ടും കുടിച്ചാ മതി. അവള് ഭക്ഷണത്തിന് മുമ്പല്ലേ ഗുളിക കഴിക്കുന്നത്. അവള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും നിർമ്മലേ? അത് പറ. നിർമ്മലേ, നമുക്ക് പഴയ പാമ്പിന്റെ പരിപാടിയായിട്ടൊന്ന് ഇറങ്ങിയാലോ? അതിനെവിടുന്ന പാമ്പ്? എവിടുന്ന പാമ്പാട്ടി? എന്റെ മോളെ ചെയ്യണോന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലേ അതിന് പാമ്പ് തന്നെ വേണമെന്നില്ല. അത് നിന്റെ അമ്മയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. ഉദയേട്ടാ, പാമ്പയ്ക്ക് പാമ്പ്, പക്ഷെ പിടിക്കപ്പെടാതെ നോക്കണം. പിടിക്കപ്പെടൂല, അത് ഞാനായിട്ട്. എനിക്കെന്നാലും നിങ്ങൾ എത്ര വിശ്വാസം പോരാ. നിങ്ങളുടെ കൈയും കാലും വളച്ച് നിങ്ങൾ എന്തെങ്കിലും അബദ്ധം കാണിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. അത് ശരിയാണ് നിർമ്മലേ. ദുഷ്ടതകൾ കാണിക്കുന്ന കാര്യത്തിൽ നിന്നോളം മിടുക്ക് എനിക്കില്ല. അതുകൊണ്ട് നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്.